ഒരു മന്തി കഴിച്ചാലോ? അതെ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഹറബ് മന്തിയിലാണ്. യമനി ക്യൂസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിർബന്ധമായും വന്നിരിക്കാവുന്ന ഒരു സ്ഥലം. അടുക്കും ചിട്ടയോടും കൂടി വിശാലമായൊരു ഹാളിൽ ഒരരികിലായി ഇരുന്നു. വാളിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ് അതിമനോഹരമായിരിക്കുന്നു. ഇൻറ്റീരിയർ വർക്കുകളും അതിമനോഹരം. മെനു കാർഡ് തന്നതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പലതും അതിൽ കാണാം. പക്ഷേ മന്തിയാണ് ഓർഡർ ചെയ്തത്. അത് ബീഫ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അറബിക് റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുള്ള കേരളത്തിൽ മെഹറബ് അറിയപ്പെടാൻ തുടങ്ങിയത് ഒരു യമൻ ക്യൂസിൻ കൊണ്ടുവന്നതുകൊണ്ട് മാത്രമല്ല. ആദ്യമായി മാനേഴ്സ് ഇല്ലാതെ ഭക്ഷണം മന്തി കൊടുത്തു എന്ന ഒരു കാരണം കൂടിയുണ്ട്. ഓർഡർ ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഡിപ്പുകളും നമ്മുടെ സൂപ്പും എത്തി. നല്ല ചൂടോടെയുള്ള സൂപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു ഗംഭീര തുടക്കമാണ്. പ്ലേറ്റ് എത്തി. നമ്മുടെ കൂടെയുള്ള ഡിപ്പുകളിൽ മയണൈസ് നമ്മൾ കാണുന്നേയില്ല. അത് കേരളത്തിലുള്ള മറ്റു മന്തികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു രീതിയാണ്. നമ്മുടെ മന്തി എത്തിയിരിക്കുകയാണ്. ബീഫ് മന്തിയുടെ പോർഷൻ ഇത്രയാണ് വരുന്നത്, ക്വാർട്ടറിന്. നമ്മൾ കാണുന്ന ഈ സൂപ്പ് കോംപ്ലിമെൻ്ററി ആയി കിട്ടുന്നതാണ്. ബീഫ് നമ്മൾ കാണുന്ന പോലെ അലിഞ്ഞ് ചേരുന്ന തരത്തിലാണ് പാകം ചെയ്തിരിക്കുന്നത്. ആ സ്പൂണിൽ എടുത്തിട്ട് അത് പ്ലേറ്റിലേക്ക് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പീസ് എടുത്തു വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാകുന്ന മറ്റൊരു സ്ഥലം കണ്ടിട്ടേ ഇല്ല. ബീഫ് പാകം ചെയ്തിരിക്കുന്ന വിധം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് അലിഞ്ഞ് ചേരുന്ന വിധത്തിലാണ്. നമ്മൾ കൈകൊണ്ടെടുത്താൽ പൊട്ടിപ്പോകുന്ന രൂപത്തിലുള്ള ബീഫ്. റൈസ് ഒരുപാട് കഴിക്കാൻ താല്പര്യമില്ല, കാരണം ഇവിടുത്തെ ചിക്കനും കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. റൈസ് ചിക്കനും ബീഫിനും ഒരേ റൈസാണ് കൊടുക്കുന്നത്. യമൻ സ്വദേശിയായ മന്തി ഇവിടെ വന്ന് വിൽക്കപ്പെടുമ്പോൾ അവിടെ നിന്നുള്ള ഷെഫുമാരും അവിടെ നിന്നുള്ള ജോലിക്കാരെയും കൊണ്ടുവന്നതാണ് ഈ മെഹറബിൻ്റെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം. അവർ കൊണ്ടുവന്ന വിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതിൽ കവിഞ്ഞ് അവരുടെ ആതിഥ്യമര്യാദയും അവരുടെ ടേസ്റ്റും ഇവിടുത്തുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ആ ബീഫെല്ലാം പ്ലേറ്റിലേക്ക് ചെരിഞ്ഞിട്ടു അതിൽ നിന്ന് ഓരോ പീസായിട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി. നമ്മുടെ ഡിപ്പുകൾ എല്ലാം കുറച്ച് വീതം പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് റൈസും എടുത്തിട്ടുണ്ട്. ആ ബീഫൊന്ന് നോക്കുക, വളരെ സോഫ്റ്റാണ്. നമ്മൾ ഇതിൽ കാണുമ്പോൾ കുറച്ച് ഹാർഡായി തോന്നുമെങ്കിലും വളരെ സോഫ്റ്റാണ്. അത് കുറച്ച് റൈസ് എടുത്ത് അതിൽ കുറച്ച് ഡിപ്പ് കൂടി ആഡ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കണം. ഇറ്റ്സ് വെരി ഗുഡ്. ഒരു തവണ നിർബന്ധമായി കഴിച്ചിരിക്കേണ്ട മന്തികളിലൊന്നാണ് മെഹറബ് മന്തി. ഇതിൻ്റെ റൈസിൻ്റെ ടേസ്റ്റ് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കിട്ടില്ല കേട്ടോ. ഇത് പ്രധാനമായും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ റൈസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, എന്നാലും ഒരു തവണ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ നമ്മൾ പറഞ്ഞ ചിക്കൻ എത്തിയിരിക്കുകയാണ്. ഈ ചിക്കൻ്റെ മുകളിൽ കുറച്ച് മസാല നമ്മൾ മാനേഴ്സ് ഇല്ലാതെ കഴിക്കുന്നത് പോലെ തന്നെ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കനെ പോലെയാണ് തോന്നിയത്. നമ്മുടെ ഷവായ ചിക്കനിലും ചില ഇടങ്ങളിൽ ഇതുപോലെ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ കുറച്ച് സലാഡ് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന ക്വാണ്ടിറ്റിയാണ്. എല്ലായിടത്തും അങ്ങനെ കിട്ടാറില്ല. സൂപ്പിനെ കൂടാതെ കോംപ്ലിമെൻ്ററി ആയി ഒരു ബ്ലാക്ക് ടീ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ടോട്ടൽ ബില്ല് വന്നത് 483 ആണ്. അപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ രീതി ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ചിക്കനേക്കാൾ എനിക്ക് ബീഫാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ പോവുകയാണെങ്കിൽ ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ കഴിക്കാവുന്ന മന്തികളിലൊന്നാണ്.